ഹലോ ഗായ്സ്, അപ്പം എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ പാറുവിൻ്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാട്ടോ നമ്മൾ ഇങ്ങനെ ഡെയിലി വ്ളോഗ് ഇടാൻ വേണ്ടി മാക്സിമം നോക്കാം. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വയ്യ, ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇടാത്തത്. പിന്നെ റീൽസൊക്കെ ആണെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിനകത്ത് നിന്ന് എടുത്ത് ഇതിനകത്ത് ഇടാമല്ലോ. പക്ഷെ അതുപോലല്ല, ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നവരെടുക്കാമല്ലോ എന്ന്. അങ്ങനെ അനിയനെല്ലാം എടുക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ എനിക്ക് കോവയ്ക്ക കാണുമ്പോൾ നമ്മുടെ കല്യാണ ചേച്ചി ഓർമ്മ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോവയ്ക്ക. അങ്ങനെ കോവയ്ക്കയും വിഴുക്കുരട്ടി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ്, പിന്നെ നല്ല വെയിലാണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര വെയിൽ. പിന്നെ അത് അരിഞ്ഞ് എല്ലാം എടുത്ത് അടുപ്പിൽ കൊണ്ടുപോയി ഗ്യാസിൽ കൊണ്ടുപോയി അത് വിഴുക്കുരട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം. അപ്പം നമ്മുടെ ഇൻ്റർലോക്ക് എല്ലാം ഇവിടെ സെറ്റായതുകൊണ്ട് പാറിന് ഓടിക്കളിക്കാൻ എളുപ്പം. അങ്ങനെ ഞാനും അനിയനും കൂടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇലയപ്പം, മീൻകറി, ചീനി എല്ലാം അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പുറത്ത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും അഹങ്കാരമല്ലേ. അങ്ങനെ പിന്നെ തിരിച്ചു പോയി പാറുവിന് അമൃതം പൊടി, എനിക്കും പാറുവിനോട് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ പിന്നെ ഒറ്റയ്ക്ക് ആദ്യത്തെ ഷോയുടെ പുറത്തായി വാങ്ങിച്ചു വെക്കുന്നത്. 1 വായോ 2 വായൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് കൈ നോക്കിയപ്പോൾ ആ കോവയ്ക്കയുടെ ആ ഒരു ഒട്ടലുണ്ടല്ലോ, ഒരു കറ പോലത്തെ എന്തോ ഒരു സാധനം കൈക്കകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പോയിട്ട് അത് ഫുള്ള് കഴുകി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നത്. പിന്നെ കഴുകിയിട്ട് വന്ന് പാറുവിന് 2-3 പിടി എന്തോ പറ്റിയോ എന്തോ ഇല്ല, ഈ ലോകത്തില്ലാത്ത കഥകളൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്നത്. അതെല്ലാം പറഞ്ഞ് അവൾക്ക് 2-3 പിടി വായിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് അവൾ അച്ഛൻ വിളിച്ച്, പിന്നെ അവൾ അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. വെക്കും പിന്നെ അച്ഛന് ഇത് ഞങ്ങളുടെ അമലെണ്ണ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാണിച്ചു തന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവൻ പരിപാടി കാരണം അവൻ നല്ല ഉറക്കമാണ്. അങ്ങനെ ഇവൾ കണ്ട കുടിക്കുന്ന എല്ലാം താഴോട്ടാണ് പോകുന്നത്, വായിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ പിന്നെ അവൾ കുറച്ച് നേരം അവൾ അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിച്ച്, അവൾ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് 2 കാലം എന്നുള്ളത് 4 കാലമാവും. ഭയങ്കര ജാടയും കാര്യമൊക്കെ അവളെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക്. പിന്നെ കുറച്ച് നേരം വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ അവൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ അവന് കാണിച്ചു കൊടുത്തതാണ്. അവൻ വീഡിയോ എടുക്കുവാടാ നിൻ്റെ എന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ പിന്നെ ചിരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കുറുക്കുമായിട്ട് യുദ്ധത്തിലോട്ട് അവൾ. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തില്ലേ, അവൾക്ക് പനിയായിട്ട് ഷിയ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം രാത്രി 11 മണി ആയതുകൊണ്ട് ഫാർമസി എല്ലാം ക്ലോസ് ചെയ്ത് രാവിലെ വരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും അനിയനും കൂടെ വെയിലെന്ന് വെച്ചാൽ ഉച്ചയിൽ തന്നെ അടിക്കുന്ന വെയിൽ. അങ്ങനെ വെയിലത്ത് ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോവുക. ആ ഇടവഴിയെന്ന് വെച്ചാൽ മൊത്തവും കട്ടറും എല്ലാം ആയിരുന്നു. പിന്നെ എങ്ങനെങ്ങാണ്ടൊക്കെ ഞാൻ ഓട്ടിച്ച് അവിടം വരെ കൊണ്ടുപോയി. ഷിയ ഡോക്ടറെയും മയ്യനാട്ടുള്ളവർക്ക് മിക്കവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കല്യാണ ചേച്ചിയുടെ വ്ളോഗിനകത്ത് എപ്പോഴും ഷിയ ഡോക്ടറുടെ കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നേരെ പിന്നെ ഷിയ ഡോക്ടറെ അടുത്ത് വന്ന് തുണ്ടൊക്കെ ആയിട്ട് വന്ന് ഫാർമസി കയറി മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചവിടെ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഇവിടെ വയലുണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ ഉമ്മയെന്നൊരു വയലിൻ്റെ അടുത്ത് ഇവിടെ അങ്ങോട്ട് പോകുന്നത്. അതുവഴി പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിലൊന്നും പെടണ്ട. അപ്പം പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. മാക്സിമം എങ്ങനെ കണ്ടൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനി അത് ഇൻക്ലൂഡ് ചെയ്യാൻ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്ക് വയ്യ. അത് പിന്നെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ അതിനകത്ത് ഞാൻ ഇടും. എപ്പോഴും അല്ല, ഇപ്പം ഇടാം, ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാ വയൽ. ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റ്, എത്ര വെയിലാണെങ്കിൽ പോലും നല്ല കാറ്റടിക്കുമ്പോൾ എന്തൊരു സമാധാനമാണെന്ന് പറയും. എൻ്റെ കൈ കാണുമ്പോൾ നിങ്ങൾക്കറിയാം കരിഞ്ഞുണങ്ങിപ്പോയി. കാരണം ആ ഉടുപ്പിട്ടിരിക്കുന്ന അത്രയും ഭാഗത്ത് മേപ്പോട്ട് നല്ല വെളുത്തും താഴോട്ട് ഫുള്ള് കറുത്ത് ഇരുണ്ട് പോയിരിക്കുന്നത്. എന്തോ പറയാനാണെന്ന് പറയാം, വെയിലടിച്ച് കൈ ഫുള്ള് കറുത്ത്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പപ്പടവും മീൻകറിയും ചീനിയും ഒന്നും ഞാൻ എടുത്തില്ല. വിഴുക്കുരട്ടിയായിട്ട് ഒരു പിടി പിടിച്ച് പാറുവിന് കൊടുക്കുന്നതാ യുദ്ധം, ഞങ്ങൾ തമ്മിലാ യുദ്ധം. മാങ്ങ ഇട്ടുകൊണ്ട് ഞാൻ മീൻ കഴിക്കത്തില്ല, മാങ്ങ എനിക്കിഷ്ടമാണ് മീൻ കറിക്കകത്തിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പം ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർലോക്കെല്ലാം സെറ്റാക്കിയെന്ന്. അപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അപ്പം വൃത്തിയാക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അനിയൻ ഫുള്ള് ക്യാമറയുടെ പരിപാടിയായി. എനിക്ക് ആ തൂപ്പും തുടപ്പൊക്കെ വരുന്നത്. അവരും ചെയ്യും, പക്ഷേ ക്യാമറ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ചെയ്ത്. അങ്ങനെ
ഫുള്ളൊന്നും തീർന്നില്ല. ഇനി നാളെ ഇന്ന് ചെയ്യണം. ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ചെയ്യണം. അവൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടവും ചാട്ടവും രാത്രി മൊത്തവും ചുമയ്ക്കും, പനിയും, രാവിലെ മൊത്തവും ഈ വെള്ളത്തിൽ കളിയും എല്ലാം. അപ്പോൾ ഈ ഓടിക്കളിക്കുമ്പോഴത്തേക്ക് വിയർപ്പ് താന്നിട്ട് അവൾക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത്. അങ്ങനെ പിന്നെ ഫുള്ള് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ ഇനി ബാക്കി ഇന്ന് വൈകുന്നേരം ചെയ്യണം. അങ്ങനെ അതെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി ആഴ്ച ഒരു ദിവസം വൃത്തിയാക്കും കേട്ടോ. അങ്ങനെ അനിയൻ്റെയും അമ്മയുടെയും പാറുവിൻ്റെ എല്ലാം വൃത്തിയാക്കിയിട്ട് നേരെ എനിക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ജോലികൾ ഒതുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അവൻ ചെയ്ത് തരും. അവൻ ഉപ്പൂറ്റി വൃത്തിയാക്കുന്ന ആ സാധനങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ അതിൽ തേക്കാനുള്ള കാലിൻ്റെ അതിനകത്തിടാനുള്ള ഒരു ക്രീമൊക്കെ ഉണ്ട്. ആ ക്രീമൊക്കെ ഇട്ടിട്ട് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഇടുക്കുമെല്ലാം വൃത്തിയാക്കി അവനാണ് ചെയ്തു തരുന്നത്. ഞാൻ അവനും ചെയ്ത് കൊടുക്കും, അവൻ എനിക്കും ചെയ്തു തരും. അങ്ങനെ പിന്നെ ഒരുപാട് നേരം, ഒരു 10-15 മിനിറ്റോളം അതിനകത്ത് ഇരുന്ന്. കാരണം കാല് മുക്കി വെച്ച് ഈ അഴുക്കും കൂടെ നല്ല രീതിയിൽ നഖത്തിനകത്തായി. കാരണം ഇവിടെ വൃത്തിയാക്കിയ ടൈമിൽ പൊടിയും കാര്യങ്ങളെല്ലാം പറ്റി. അങ്ങനെ ഞാനും പാറും അവിടെ അവൻ വൃത്തിയാക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓട്ടവും ചാട്ടവും. പിന്നെ വൈകിട്ട് ഞാൻ പോയി കുളിച്ച് അമ്മാമ്മ വരുന്നവരിരുന്നപ്പം മാമിയുടെ വീട്ടിൽ നിന്ന് ബ്രഹ്മസലി കൊടുത്തു വിട്ട്. എന്തോ പ്രത്യേകതയെന്ന് അറിയത്തില്ല, ബ്രഹ്മസലി കൊടുത്തു വിട്ട്. അങ്ങനെ അതും ഒരു ഗ്ലാസ് കുടിച്ച് ചോറ് കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, ക്ഷീണിച്ചു പോയി. പിന്നെ പാറു കടയിൽ പോയപ്പോൾ ഈ ഒരു മുട്ടായി വാങ്ങിച്ച്. അങ്ങനെ ഇതും തിന്ന് ഇന്നത്തെ ഡേ അവസാനിച്ചു. ബൈ.